കാവുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ചെന്നാൽ പാമ്പിൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് സോളിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ പരിഭ്രാന്തനായി. ഒരു 3-4 വ്യക്തികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറേ ഹീലിംഗ് കഴിഞ്ഞ് സാർ ആ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ സാറിന് ചുറ്റും ഒരു വെളുത്ത നിറത്തിലുള്ള ഒരു മിസ്റ്റി ഫോഗ് പോലെ, മൂടൽ മഞ്ഞ് പോലെ നിൽക്കുന്നത് കാണുന്നുണ്ട് പോലെ. ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഭാവിയും ഭൂതമൊക്കെയാണ് ആകാശിക് റെക്കോർഡ് എന്ന് പറയുന്നത്. അത് ആക്സസ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. എൻ്റെ സ്വഭാവം വെച്ചിട്ടാണോ എനിക്ക് ഏത് ഡിവൈൻ സോളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും. ഈ ലോകത്ത് ഇന്നിപ്പോൾ എത്രയോ കോടി മനുഷ്യരുണ്ട്, എല്ലാവർക്കും ഒരേ സ്വഭാവമാണ്. അതേ സ്വഭാവം തന്നെയാണ് ആ സോള് പുറത്തു പോയാലും കാണിക്കുന്നത്. അപ്പോൾ നല്ല വ്യക്തികൾ ഒരിക്കലും വേറെ ആളുടെ സോളിൽ അറ്റാച്ച് ചെയ്തിരിക്കില്ല വേറെ ശരീരത്തിൽ. മദർ തെരേസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവരുടേതായിട്ടുള്ള അതിനുശേഷം പുള്ളിക്കാരത്തിന്റെ ചാരിറ്റി ട്രസ്റ്റിന്റെ ഭാഗമായിട്ടുണ്ട്, അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്, ഇതിൽ വിശ്വസിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. എന്നിട്ടൊന്നും ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? അത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ പറയട്ടെ, ഇപ്പോ സോളുകളെ ആക്സസ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ വേറെ ആൾക്ക് സാധിക്കുന്നില്ലല്ലോ. ഈ ലോകത്ത് അങ്ങനെ സാധിക്കുന്നത് കോടിയിൽ ചിലപ്പോൾ 1, 2 അല്ലെങ്കിൽ 3 ആൾക്കാർക്കായിരിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ എല്ലാ സോളുകളും, ഇപ്പോൾ കഴിഞ്ഞ ഒരു ചോദ്യമാണ്, എല്ലാ സോളുകളും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യർ എല്ലാവരും ഇതുപോലെ ഭൂതഗ്രസ്തരായി പോവില്ലേ എന്നൊരു ചോദ്യമുണ്ട്. എല്ലാ സോളുകളും ഒരുപോലെ അല്ല പെരുമാറും. ഈ ലോകത്ത് ഇന്നിപ്പോൾ എത്രയോ കോടി മനുഷ്യരുണ്ട്, എല്ലാവർക്കും ഒരേ സ്വഭാവമാണ്. അതേ സ്വഭാവം തന്നെയാണ് ആ സോള് പുറത്തു പോയാലും കാണിക്കുന്നത്. മനസ്സിലായോ? ബോധവിത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൈക്രോചിപ്പ് പോലെയാണ്. അവരുടെ ക്യാരക്ടർ, സ്വഭാവം, ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം അതിൽ ലിഖിതമായിരിക്കും, ഇംപ്രിൻ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ അവർ മാറുന്നത് എങ്ങനെ? അപ്പോൾ നല്ല വ്യക്തികൾ ഒരിക്കലും വേറെ ആളുടെ സോളിൽ അറ്റാച്ച് ചെയ്തിരിക്കില്ല വേറെ ശരീരത്തിൽ. അവർ മനസ്സിലാക്കും, ഞാൻ മരിച്ചു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് മരിച്ച ആൾക്കാരുടെ ലോകത്തേക്ക് അങ്ങ് പോവുകയാണ്. അല്ലാത്തവർ തങ്ങി നിൽക്കുന്നവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള വളരെ റെയറാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ്. മാത്രമല്ല, ഇത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഈ പറയുന്ന വ്യക്തിക്ക് മാത്രം മനസ്സിലാവുന്നു എന്ന് ചോദിച്ചാൽ അതിനുകൊണ്ട് ഉത്തരം, കോടിയിൽ ചിലപ്പോൾ 3-4 പേർക്കായിരിക്കും ഈ ഒരു എബിലിറ്റി ഉണ്ടാവുന്നത്. ആ എബിലിറ്റി ഉള്ളവർക്ക് അത് അറിയാൻ പറ്റുന്നുള്ളൂ. കാരണം അവരുടെ ഫ്രീക്വൻസി വേറെ തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാവുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ചെന്നാൽ പാമ്പിൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടാറുണ്ട്, സർപ്പത്തിൻ്റെ സാന്നിധ്യം അറിയാൻ പറ്റാറുണ്ട്. അതെങ്ങനെ സാധിക്കുന്നു? എൻ്റെ ഓൾഫാക്ടറി നെർവ്സ് ഭയങ്കര ആക്റ്റീവാണ്. അങ്ങനെ വേറെ ചില വ്യക്തികൾ, ഇപ്പോൾ ചിലർ എന്നോട് വരുന്ന സമയത്ത് ഒരു 3-4 വ്യക്തികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറേ ഹീലിംഗ് കഴിഞ്ഞ് സാർ ആ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ സാറിന് ചുറ്റും ഒരു വെളുത്ത നിറത്തിലുള്ള ഒരു മിസ്റ്റി ഫോഗ് പോലെ, മൂടൽ മഞ്ഞ് പോലെ നിൽക്കുന്നത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ചു, കാരണം ഇത് 3-4 പേരായി പറയുന്നു. അപ്പോൾ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്, എന്നാൽ എൻ്റെ അടുത്ത് വരുന്ന 1000-കണക്കിന് ആൾക്കാരുണ്ട്, അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഭൂരിഭാഗവും സാധിച്ചിട്ടില്ല, ആകെ 4 പേർക്കാണ് അത് സാധിച്ചിട്ടുള്ളത്. ഇങ്ങനെ പറയുന്ന സമയത്ത് അതെന്താണെന്നുള്ളൊരു സംശയം ചോദിക്കില്ലേ? എന്താണ് ഈ പറയുന്ന മിസ്റ്റി ഫോഗായിട്ട് കാണുന്നത്? അത് നമ്മൾക്ക് ചുറ്റുമുള്ള ഒരു നമ്മൾ ഒരു ഹീലിംഗ് നടത്തുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഹീലർ ആണെങ്കിൽ അവർ വേറെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഹീൽ ചെയ്യുന്നത്. ഇപ്പോൾ കുണ്ടലിനി യോഗയുടെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തുര്യാതീതം എന്ന് പറയുന്നൊരു തലമുണ്ട്. തുര്യം എന്ന് പറഞ്ഞാൽ സഹസ്രാരം വരെയാണ് സാധാരണഗതിയിൽ കുണ്ടലിനി യോഗ അവിടെ വരെ ചെയ്യിക്കാറുള്ളൂ സാധാരണ മനുഷ്യരെ കൊണ്ട്. ഇപ്പോൾ സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗയൊക്കെ ഒരു 24 വയസ്സ് മുതൽ ഇത്രയും പ്രായം വരെ ഞാൻ ഇന്നും കാലത്തും കൂടി ഞാൻ മെഡിറ്റേറ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ ഫ്രീക്വൻസിയിലേക്ക് കയറി പോകാൻ വളരെ എളുപ്പമായിരിക്കും. അവർ മാനുഷിക തലത്തിൽ നിന്നിട്ടല്ല അത് ചെയ്യുന്നത്. മാനുഷിക തലത്തിൽ നിന്ന് ഇതിനെ കാണാൻ പറ്റില്ല, കാരണം അത് വേറെ ഫ്രീക്വൻസിയിലല്ലേ. ഇപ്പോൾ വവ്വാലെന്ന് പറയുന്ന ഒരു ജീവിക്ക് കണ്ണില്ല, അത് തരംഗങ്ങൾ പുറപ്പെടുവിച്ചിട്ടാണ് അത് സെൻസ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഈ തരംഗങ്ങൾ പുറപ്പെടുവിക്കാനുള്ള കഴിവ് മനുഷ്യനില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തരംഗം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇതാണ്. അപ്പോൾ ചില മനുഷ്യരുടെ ബ്രെയിൻ ഫാക്കൽറ്റി പോകുന്ന തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെക്കാൾ ഒരുപാട് ഉപരിയായിരിക്കും. അവിടെയാണ് അവർക്ക് ആ സൈക്കിക് എബിലിറ്റി കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിനെ സൈക്കിക് എബിലിറ്റി എന്ന് പറയുന്നത്. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് തന്നെ നെയിം പറയുന്നുണ്ട് അതിന്. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. സാധാരണ പെർസെപ്ഷൻ എന്താണ്? കാണുന്നതിനും കേൾക്കുന്നതിനും എല്ലാത്തിനും സെൻസ് ചെയ്യുന്നതിനൊക്കെ തന്നെ ഒരു പരിമിതി വെച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിലും എക്സ്ട്രാ ലെവലിൽ പോവുകയാണ്. അതാണ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ, ESP എന്ന് പറയുന്നത്. ESP ഉള്ള ഒരു വ്യക്തിക്കാണ് സൈക്കിക് എബിലിറ്റി ഉണ്ടെന്ന് പറയുന്നത്. ആ സൈക്കിക് എബിലിറ്റി ഉള്ളവർക്കേ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഇത് അറിയായിരുന്നെങ്കിൽ പലരും ചിലപ്പോൾ മരിച്ചു പോയേനെ അല്ലെങ്കിൽ പേടിച്ചു പോയേനെ. ഞാൻ ആദ്യമായിട്ട് സോളിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ പരിഭ്രാന്തനായി.
പക്ഷേ എന്തോ ഒരു അനുഗ്രഹമാണ്, ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ്. ഞാൻ നേരത്തെ തന്നെ പഠിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ സംരക്ഷണം എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സപ്പോസ് ഇങ്ങനെ പരീക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ പാനിക് ആയി പോവല്ലേ? പാനിക് ആയി പോകാനുള്ള അങ്ങനെ പാനിക്കായിട്ട് മാനസിക പ്രശ്നം വന്ന ആൾക്കാരും ഉണ്ട് ഇഷ്ടം പോലെ. അതും കണ്ടിട്ടുണ്ട്, എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർ. അതെങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഈ ഡിവൈൻ സോളുകളൊക്കെ കണ്ടാലും പാനിക് ആയി പോകും ചിലർ. അത് നമ്മളെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രേതം വന്നു, ആദ്യം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, ഞാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, ക്യാമറമാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, മൂന്ന് രീതിയിലായിരിക്കും. ഞാൻ ചിലപ്പോൾ ഇതാരാണ് എന്താണ് ഇവരുടെ പേര് ചോദിച്ചു കളയാന്ന് വിചാരിക്കുന്നത്, അതിൽ ചിലപ്പോൾ ഓടിയിട്ടുണ്ടോ അല്ലേ എന്ന് പറയുന്ന പോലെ. ഈ എബിലിറ്റി ചിലപ്പോൾ ജന്മന ഈ മെൻ്റൽ ഫാക്കൽറ്റി ഓപ്പൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ തപസ് ചെയ്തിട്ടുണ്ടായതൊന്നുമല്ല ഇത് അധികവും. പക്ഷേ എൻ്റെ കൗമാരക്കാലം മുതൽ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ ഈ മെൻ്റൽ ഫാക്കൽറ്റി വീണ്ടും ഡെവലപ്പായി വന്നു. വർഷങ്ങൾ വേണ്ടി വരും ചിലപ്പോൾ. ചിലപ്പോൾ നമ്മുടെ പഴയ ജന്മവും ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. പഴയ ജന്മത്തിൽ ഇത്തരം എബിലിറ്റിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ ഈ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹയർ സോൾ നമ്മൾ ടച്ച് ചെയ്യാൻ പറ്റും. ഹയർ സോൾ എന്ന് പറയുന്നത് ഇൻകാർണേറ്റഡ് സോൾ അല്ല. ഇൻകാർണേറ്റഡ് സോൾ എന്ന് പറയുന്നത് ഞാൻ ഈ ഇരിക്കുന്ന ബിനോയ് ജോൺ എന്ന് പറയുന്ന ആളുടെ ജീവാത്മാവിനെയാണ് ഇൻകാർണേറ്റഡ് സോൾ എന്ന് പറയുന്നത്. അതായത് സഞ്ചിത കർമ്മവും പ്രാരബ്ധ കർമ്മവും ആഗാമ്യ കർമ്മവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സോള്, ഒരാത്മാവ്. അതേസമയം നമ്മൾ ജനിക്കുന്നതിന് കാരണമായിട്ടുള്ള കോസൽ ബോഡിയുണ്ട്, കാരണശരീരത്തിൽ നിൽക്കുന്ന ആത്മാവുണ്ട്, ആത്മാവിൻ്റെ ഒരു ലെയറുണ്ട്. ആ ലെയർ എന്ന് പറയുന്നത് പ്യുവറാണ്. നമ്മളാണ് പാപങ്ങൾ ചെയ്ത് കണ്ടാമിനേറ്റഡ് ആവുന്നത്. പക്ഷേ നമ്മളുടെ ഹയർ സോൾ എന്ന് പറയുന്നത് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. നല്ല ഡിവിനിറ്റി ഉള്ള ഒരാൾക്ക് ഹയർ സോൾ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഹയർ സോൾ ആക്സസ് ചെയ്യുന്നവർക്കാണ് ഈ ആകാശിക് റെക്കോർഡ് വായിക്കാൻ പറ്റുന്നത്. ചുമ്മാ പറയും ചിലർ ആകാശിക് റെക്കോർഡ് വായിക്കാം എന്നൊക്കെ. ആകാശിക് റെക്കോർഡ് എന്ന് പറയുന്നത് ചുമ്മാ നമ്മൾ ഗ്രന്ഥങ്ങളെടുത്ത് വായിക്കുന്ന പോലുള്ള സംഭവമല്ല. അത് വേറെ തലത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഭാവിയും ഭൂതമൊക്കെയാണ് ആകാശിക് റെക്കോർഡ് എന്ന് പറയുന്നത്. അത് ആക്സസ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ ചിലർ പറയും ഞാനിപ്പോൾ ആകാശിക് റെക്കോർഡ് നോക്കാം, അങ്ങനെ നോക്കാം എന്നൊക്കെ പറയും. അതത്ര ഈസി അല്ല. ഞാൻ വളരെ റെയറായിട്ട് ചെയ്തിട്ടുള്ളൂ, ആകാശിക് റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. റെയറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല, നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കും. ഒരാൾ അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേണം, പ്ലീസ് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യും. കാരണം ഞാൻ കഴിയുന്നതും ഈ പാസ്റ്റ് എടുത്തിട്ട് ആൾക്കാരെ വെറുതെ എന്താ പറയുക പോസ്റ്റ്മോർട്ടം നടത്താൻ പ്രേരിപ്പിക്കാറില്ല. ചിലർ പറയും സാറേ പാസ്റ്റ് ലൈഫ് റീഗ്രഷൻ നടത്തണം. എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ നടത്തുന്നത്? അതെന്തിനാ? സാധാരണ നമ്മുടെ ഈ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ അതുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? അതെ. ഇപ്പോൾ കർമ്മപരമായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്തൊരു ലേഡി വന്നു. അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, വെൽ നേച്ചേർഡ് ആണ്, എല്ലാമാണ്. 3 വിവാഹം കഴിച്ചു, 3ഉം ഡിവോഴ്സായി. അവരെന്നോട് പറഞ്ഞു സാറേ ഐ വാണ്ട് ടു നോ വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, ഇതൊരു കാരണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഡൺ, നമുക്ക് നോക്കാം. അല്ലാതെ നമ്മൾ എന്തിനാണ് വെറുതെ പാസ്റ്റ് എടുത്ത് ചകഞ്ഞ് നോക്കുന്നത്? അത്യാവശ്യം വന്നാൽ മാത്രം കർമ്മഫലമായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ട് എന്ന് സംശയം തോന്നിയാൽ മാത്രമേ പാസ്റ്റ് ലൈഫ് ഒക്കെ എടുക്കേണ്ട കാര്യമുള്ളൂ. ചിലർ വെറുതെ രസത്തിന് ഞാനങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. അതാ ഞാൻ പറഞ്ഞത്. കാരണം ദിസ് ഇസ് വെരി സീരിയസ്. കാരണം ഒന്ന് അതിനുള്ള എഫേർട്ട് എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നല്ല എഫേർട്ടുണ്ട്. ആരും ഇതിന് ഇപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് റീഗ്രഷൻ ഇത്ര എമൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? പറയുന്നത് അതിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടും വേണം എന്ന് പറയുന്നവർ ഓക്കെ ഫൈൻ, പേയ്മെന്റിന്റെ റേറ്റ് കണ്ടിട്ട് പോവാണെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അതിന്റെ ആവശ്യമില്ല. ഞാൻ പോലും അത് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ സ്വന്തം പാസ്റ്റ് അത് താനേ റിവീലായി വന്ന 4 പാസ്റ്റ് എൻ്റെ ഉണ്ട്. പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ട് പിന്നെ പുറം നടന്നിട്ടില്ല. കാരണം എനിക്ക് മനസ്സിലായി അറ്റ് പ്രസൻറ്റ് ഇപ്പം നിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ നേരെയാക്കി ഈ ലൈഫിൽ തന്നെ മര്യാദയ്ക്ക് ജീവിച്ചാൽ പോരെ. എന്തിനു വെറുതെ പാസ്റ്റിൽ അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു, ഓക്കെ അതിൻ്റെ ഫലമാണ് ഇതെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ജന്മം നല്ല രീതിയിൽ ജീവിച്ചു പോകുക, അത്രേ ഉള്ളൂ. എൻ്റെ സ്വഭാവം വെച്ചിട്ടാണോ എനിക്ക് ഏത് ഡിവൈൻ സോളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുന്നത്? നമ്മളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ചും കൂടി നമ്മൾ സ്പിരിച്വൽ ലെവലിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ് ലെവൽ എന്ന് പറയാം, നമ്മുടെ ബോധതലം. അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളോട് ഉള്ളിലിരുന്ന് പറയുകയാണ് യു ഡോണ്ട് ഡു ഇറ്റ്, അത് ചെയ്യല്ലേ, നിങ്ങൾക്ക് അപകടം വരും. എന്നിട്ടും പോയിട്ട് മരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ സൂയിസൈഡിന് മുമ്പ് മിക്ക ആളുകൾക്കും തോന്നുന്നൊരു കാര്യമാണ് മരിക്കല്ലേ. ഈ അന്തരാത്മാവ് ഇന്നർ സോൾ ഇരുന്ന് നമ്മളോട് സംസാരിക്കും. ആ ഇന്നർ സോളിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇന്നർ സോളിൻ്റെ തലത്തിൽ നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബോധതലമാണ്, ആന്തരിക തലമാണ്, ബാഹ്യതലമല്ല.
അപ്പോൾ ഈ ആന്തരിക തലത്തിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് മെഡിറ്റേഷനും അതുപോലെ തന്നെ ഹയർ ലെവലിലേക്ക് പോകുന്ന മെഡിറ്റേഷൻ, ഹയർ ലെവൽ ഫ്രീക്വൻസിയിലേക്ക് പോകുന്ന മെഡിറ്റേഷനും ഒക്കെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ ഈ ലെവലാണ്, അന്തരാത്മാവിനെയാണ് കൊണ്ടുപോകുന്നത്. അല്ലാതെ നമ്മൾ ഈ ബോധാവസ്ഥ നമ്മളുടെ കോൺഷ്യസ്നെസ് ലെവലിനെ അല്ല, പക്ഷെ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കണക്റ്റഡ് ആണ്, ഉപബോധ മനസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പൊ കുറെ കൂടെ ക്ലാരിറ്റി ആയിട്ടുണ്ടാവും എങ്ങനെയാണ് മദർ തെരേസയെ കണ്ടതെന്ന്. അതെ 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 അതെ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ.